ആ ജനത അവരുടെ പ്രിയപ്പെട്ട നേതാവിന് വിട നൽകുന്നത് എന്ന്, ആ ജനക്കൂട്ടം അവരെങ്ങനെയാണ് അദ്ദേഹത്തിന് വിട നൽകുന്നത് എന്ന്. VS കേരള രാഷ്ട്രീയത്തിലെ അപൂർവതയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും പുന്നപ്ര വയലാർ സമരത്തിനിടയിൽ പോലീസുകാർ ബയണറ്റ് കുത്തിക്കയറ്റിയ കാലുമായി ആ സഖാവ് നടന്ന നടപ്പ് അത് കേരള ചരിത്രത്തിലെ വലിയൊരേടാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഇടയില്ലാത്തൊരേട്. അലകടൽ പോലെ ആർത്തിരമ്പുന്ന പുന്നപ്ര വലിയ ചുടുക്കാട് രക്തസാക്ഷി മണ്ഡപം ഇന്ന് VSനെ ഏറ്റുവാങ്ങും. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെയും ജനനായകരുടെയും ഓർമ്മകൾ പങ്കിടുന്ന ചരിത്ര സ്മാരകത്തിൽ രക്തസാക്ഷി സ്തൂപത്തിന് തെക്കുകിഴക്കു ഭാഗത്ത് സമരസേനാനികളായ PA ജോർജിനും TV തോമസിനും സമീപമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട VSനും വിപ്ലവ സൂര്യന് അന്ത്യനിദ്ര. അങ്ങനെ VSനെ യാത്രയാക്കുകയാണ്. ആയിരം ആളുകളുടെ അഭിവാദ്യങ്ങൾ, ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ജനകീയനായ VS നിശ്ചലനായി ആ ജനങ്ങൾക്കിടയിലൂടെ ആ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം മണ്ണിലേക്ക് മടങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വിലാപ യാത്രയിലെ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ വിലാപയാത്ര ഇപ്പോൾ കൊല്ലം ജില്ലയുടെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓച്ചിറയിലെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി KPSC ജംഗ്ഷനിലേക്ക് വിലാപയാത്ര സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഓരോയിടത്തും എത്രമാത്രം ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി കൂട്ടമായി നിൽക്കുന്നത് എന്ന്. ഓച്ചിറയിലെത്തിയ ആ വിലാപയാത്രയുടെ വേഗത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണണ്ടേ, ഇന്ന് കൂടെയല്ലേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവർക്കും ഒരു കാഴ്ചാ സൗകര്യമൊക്കെ ഒരുക്കിയാണ് ആ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് നീങ്ങുന്നത്. KPSC ജംഗ്ഷൻ കൂടി കഴിഞ്ഞാൽ പിന്നീട് കായംകുളമാണ്. കായംകുളം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ആലപ്പുഴയുടെ മണ്ണിൽ നമ്മൾ ഈ കണ്ടതിലും അപ്പുറം 10 മടങ്ങ് വൈകാരികമായിരിക്കും ആ കാഴ്ചകളൊക്കെ. സ്വന്തം മണ്ണിലേക്ക് പോവുകയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങളും യാതനകളും അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു മണ്ണാണ് ആലപ്പുഴ. അദ്ദേഹം ജനിച്ചു വീണ മണ്ണാണ് ആലപ്പുഴ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയും ജീവിച്ച മണ്ണാണ് ആലപ്പുഴ. ആദ്യമായി മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയ മണ്ണാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിലേക്ക് ആയിരങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS നിശ്ചലനായി മടങ്ങുകയാണ്. ഷമീർ അബ്ദുളുണ്ട് വിവരങ്ങളുമായി നമുക്കിപ്പം. ഷമീർ, ഇപ്പോൾ വിലാപയാത്ര ഏതുവരെ എത്തി? വിലാപയാത്ര ഇപ്പോൾ KPSC ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. KPSC ജംഗ്ഷൻ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചു. അതായത് KPSC ജംഗ്ഷനിലേക്ക് കടക്കുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് ഇപ്പോൾ വിലാപയാത്ര പ്രവേശിച്ചിരിക്കുകയാണ്. KPSC ജംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്തത് കായംകുളം ബസ് സ്റ്റാൻഡാണ്. കായംകുളം ബസ് സ്റ്റാൻഡിന് മുമ്പിൽ വലിയ ജനക്കൂട്ടം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇവിടെയും വലിയ ഈ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മഴ നനയാതിരിക്കാൻ ആളുകൾക്ക് വലിയ ഷെഡുകൾ ഉൾപ്പെടെ ഒരുക്കി ഇവിടെ വലിയൊരു ജനാരവം ഇവിടെയും VSനായി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ VS ജന്മനാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. VSനെ കാണാൻ എല്ലായിടത്തും ഉണ്ടായിരുന്ന പോലെ, അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും അതുപോലെ ഇന്ന് കൊല്ലത്തുമൊക്കെ ഉണ്ടായിരുന്നത് പോലെ അതിലേറെ ആളുകൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്കും എത്തിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയുടെ കവാടത്തിൽ, ജില്ലയുടെ പ്രവേശന കവാടമാണ് ഇപ്പോൾ ഈ വിലാപയാത്ര പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണുവാൻ വലിയ ജനാവലി എല്ലായിടങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്നു. അങ്ങനെ ഈ പ്രഭാതം, മഴ നനഞ്ഞ ഈ പ്രഭാതത്തിൽ, അതായത് VSനെ കാത്ത് വലിയ ജനക്കൂട്ടം മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് എല്ലായിടത്തും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഒരു വിപ്ലവകാരിക്ക് ലഭിക്കേണ്ട, അല്ലെങ്കിൽ ഒരു നീതിമാനായ ഭരണാധികാരിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അന്ത്യയാത്രയാണ് VSന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുന്നത്. കുട്ടികളടക്കമുള്ള ആളുകൾ, VSനെ അറിയുന്ന ആളുകൾ, അങ്ങനെ കുട്ടികളെ ഉൾപ്പെടെ പഠിച്ച് VS എന്താണെന്ന്, VS അപ്പൂപ്പനെ കാണാനായി കുട്ടികൾ കാത്തു നിൽക്കുന്നത് കണ്ടു. പുലർച്ചെ 3 മണിക്കും 2 മണിക്കും ഒക്കെ വഴിയരികിൽ കുഞ്ഞുങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ടു. അതാണ് ഇന്ന് രാവിലെയും ഓച്ചിറ പരിസരത്ത് നിന്ന് ഒരു കുഞ്ഞ് ഒരു അച്ഛന്റെ കയ്യിലിരുന്ന് ആർത്തലച്ച് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തു. എന്തായാലും കാർക്കശ്യക്കാരനായ പാർട്ടിക്ക് പിഴച്ചു പോയെന്ന തോന്നലുണ്ടായപ്പോഴെല്ലാം ഇതല്ല തന്റെ പാർട്ടി എന്ന് പറയാതെ പറഞ്ഞ VSന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുകയാണ്. ആ VSന്റെ അന്ത്യയാത്ര ഈ പ്രഭാതത്തിൽ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയുമേറെ മണിക്കൂറുകൾ, ഇനിയുമേറെ പോയിന്റുകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്
സേതുലക്ഷ്മി. ഇനിയും ഏറെ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടി വരും അദ്ദേഹത്തിന് വലിയ ചുടുകാട്ടിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരികയും അത്രത്തോളം ജനങ്ങൾ ആ മനുഷ്യനെ അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി എല്ലായിടങ്ങളിലും കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയും അതാണ്. അത്രത്തോളം ജനം ഇവിടെയും കാത്തു നിൽക്കുകയാണ്. പുലർച്ചയോടുകൂടിയും 2 മണിയോടുകൂടിയും ഒക്കെ എത്തിയ ആളുകൾ ഇവിടെ നിൽക്കുകയാണ് VS-നെ കാണാൻ. മറ്റു ജില്ലകളിൽ എത്തിയ ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. ഇതിൽ കൂടുതലും ആളുകൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളെ നമ്മൾ കാണാൻ കഴിഞ്ഞു. കൊല്ലത്തും അതുപോലെ ഇപ്പോൾ ഈ കായംകുളം ഒക്കെ എത്തിയപ്പോൾ പാലക്കാടും കോട്ടയം ജില്ലകൾ അടക്കമുള്ള ആ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് VS-നെ അവസാനമായി ഒന്ന് കാണാൻ.